സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള അന്തിമ യുദ്ധത്തിന് ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് നമ്മുടെ ബലൂചിസ്ഥാനിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ. പഷ്തൂൺ സിന്ധ് പ്രവിശ്യയിൽപ്പെടുന്നതും ഖൈബർ പക്തൂൺഖ മേഖലയിലെ നേതാക്കളും ഇതിനെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇത് ഏറ്റവും നല്ലൊരു സമയമാണ്. ഒരുപക്ഷെ അവർ ഇന്ത്യ പാകിസ്ഥാൻ ഈ സംഘർഷത്തെയാണ് ആ അർത്ഥത്തിൽ കാണുന്നത്. ഇത് ഏറ്റവും നല്ലൊരു സമയമാണ്. നമുക്ക് അന്തിമ പോരാട്ടം നടത്താനുള്ള സമയം വന്നു ചേർന്നിരിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിനായി നമുക്ക് ഒരുമിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ബലൂച്ച് നേതാക്കൾ, അതില് BNM ചെയർമാൻ ഡോക്ടർ നസീം ബലൂച്ച് ഉൾപ്പെടെയുള്ളവര് ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. BNM എന്ന് പറയുന്നത് ബലൂചിസ്ഥാനിലെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ വിങ് ആണ്. പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള അവസാന പോരാട്ടത്തിന് ബലൂചിസ്ഥാൻ ഇറങ്ങുകയാണ്. സ്വാതന്ത്ര്യത്തിനുള്ള സമയം എത്തിയിരിക്കുന്നു എന്നാണ് അവരിപ്പോൾ ഈ ഒരു സമയത്തിനെ വിശേഷിപ്പിക്കുന്നത്. ബലൂച്ച് നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്ന ഒരു സെന്റൻസ് എന്താന്ന് വെച്ചാൽ, ദ ടൈം ഫോർ വെയിറ്റിംഗ് ഈസ് ഓവർ, ദ ടൈം ഫോർ ഫ്രീഡം ഈസ് നൗ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെയുള്ള പ്രധാനപ്പെട്ട ബലൂച്ച് നേതാക്കളെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അവർ ഇത് വൈറലായിട്ട് തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരിപ്പോൾ ഫൈനലായിട്ടുള്ള ഒരു ഫൈറ്റിന് തയ്യാറെടുത്ത് കഴിഞ്ഞു. മാത്രമല്ല ഈ BNB നേതാവായിട്ടുള്ള നസീം ബലോച്ച് അദ്ദേഹം പറയുന്നത് പഷ്തൂൺ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരോടാണ് പറയുന്നത്, പഷ്തൂൺ ബ്രദേഴ്സ് ഡു നോട്ട് വെയിറ്റ് എനി ലോങ്ങർ, ഡിക്ലെയർ യുവർ സ്ട്രഗിൾ ഫോർ ഫ്രീഡം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഭയങ്കരമായിട്ട് ഇവരെയൊക്കെ തന്നെ ഒന്നിപ്പിച്ചുകൊണ്ടുള്ള ഒരു മൂവിനാണ് തയ്യാറെടുക്കുന്നത്. അതായത് ബലൂജിലെ നേതാക്കൾ ഇപ്പോൾ ചെയ്യുന്നത് പഷ്തൂൺ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഒന്നിപ്പിച്ച് നിർത്തുന്നു, സിന്ധിലുള്ള സിന്ധി വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ഒന്നിപ്പിച്ച് നിർത്തുന്നു. ഇത് വളരെ വളരെ സീരിയസ് ആയിട്ട് പാകിസ്ഥാൻ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രശ്നമായിരിക്കും. സിന്ധികളോടും പഷ്തൂണുകളോടും ബലൂച്ച് നേതാക്കൾ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്, നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നാണ്, നമ്മളെല്ലാവരും നേരിടുന്നത് ഒരേ തരത്തിലുള്ള അവഗണനയാണ്, പീഡനങ്ങളാണ്, ഒരേ തരത്തിലുള്ള അടിച്ചമർത്തലാണ്. നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കേണ്ട സമയം ദാ എത്തിയിരിക്കുന്നു, ഇനിയും കാത്തിരിക്കുന്നത് ബുദ്ധിയല്ല, ഇതാണ് ഉചിതമായ സമയം, ഉണർന്ന് പ്രവർത്തിക്കൂ, നമുക്കൊന്നിച്ചു പോരാടാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ എല്ലാ തരത്തിലുള്ള ക്യാമ്പയിനും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിലെ വളരെ പ്രബലമായിട്ടുള്ള ഒരു വിഭാഗമാണ് പഷ്തൂൺ വിഭാഗം. അതിൽ ഒരു വിഭാഗം പഞ്ചാബികൾക്കൊപ്പം നിന്നുകൊണ്ട് പഞ്ചാബുമായി ചേർന്നുകൊണ്ട് പാകിസ്ഥാന്റെ ഭരണ നേതൃത്വത്തിലുള്ളവരാണ്, പട്ടാളത്തിലും ഒക്കെ ഉള്ളവരാണ്. എന്നാൽ പഷ്തൂൺ വിഭാഗത്തിലെ വലിയൊരു വിഭാഗം അസംതൃപ്തരായിട്ടുള്ള ആൾക്കാരാണ്, അവർ പാക് ഭരണകൂടത്തിനെതിരാണ്. അതേപോലെ തന്നെയാണ് ബലൂച്ച് പ്രവിശ്യയിലെ ബലൂജുകളായിട്ടുള്ള ആളുകൾ. സിന്ധ് പ്രവിശ്യയിൽ നമ്മൾ ഓൾറെഡി പലപ്പോഴും ചർച്ച ചെയ്തതാണ്, വലിയ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സിന്ധ് പ്രവിശ്യയിലും സിന്ധിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുന്ന നിരവധി മിലിറ്റന്റ് ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവരൊക്കെ തമ്മിൽ ഒരു ഐക്യമുണ്ടായിരിക്കുകയാണ്. ഇവരുടെ എല്ലാം പുറകിൽ അഫ്ഗാനിസ്ഥാനുമുണ്ട്, അല്ലെങ്കിൽ താലിബാനുമുണ്ട്. അപ്പോൾ ഖൈബർ പക്തൂൺഖ മേഖല, പാകിസ്ഥാന്റെ സിന്ധ് പ്രവിശ്യ, പാകിസ്ഥാന്റെ ബലൂച്ച് പ്രവിശ്യ, ഈ മൂന്ന് പ്രവിശ്യകളും നിലവിലെ 4ാമത്തെ പ്രവിശ്യയായ പഞ്ചാബിൽ നിന്ന് അടർന്നു മാറാനും സ്വാതന്ത്ര്യം നേടാനും ആഗ്രഹിക്കുകയാണ്. ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് ധാരാളം സ്വർണ്ണ നിക്ഷേപങ്ങൾ, കോപ്പർ നിക്ഷേപം, ഗ്യാസ്, അതായത് ക്രൂഡ് ഓയിൽ നിക്ഷേപം ഒക്കെ ഉള്ള ഒരു വളരെ സമൃദ്ധമായ ഒരു പ്രദേശമാണ്. ഈ പാകിസ്ഥാൻ ഇവിടെ നിന്ന് വലിയ തോതിൽ ഇതെല്ലാം ഖനനം ചെയ്ത് പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട പ്രവിശ്യയായിട്ടുള്ള പഞ്ചാബിന്റെ ഡെവലപ്മെന്റിന് ഉപയോഗിക്കുന്നു, പട്ടാളക്കാരുടെ സുഖവാസ ജീവിതത്തിന് ഉപയോഗിക്കുന്നു. എന്നാൽ ബലൂച്ച് പ്രവിശ്യയിൽ വികസന പ്രവർത്തനങ്ങളൊന്നും നടത്തുന്നുമില്ല. എല്ലാ രീതിയിലുമുള്ള ചൂഷണമാണ് ബലൂച്ച് പ്രവിശ്യ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പാകിസ്ഥാൻ ഗവൺമെന്റിനെതിരായിട്ട് ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നതിൽ പ്രധാനമായിട്ടും ഒരു കാരണമാണ്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അതൊരു കുറച്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സംഘർഷമായിട്ടോ യുദ്ധമായിട്ടോ പരിണമിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാക് അധീന കാശ്മീരിൽ ശക്തമായ പോരാട്ടങ്ങൾക്ക് അതൊരു കാരണമാവുകയാണെങ്കിൽ, ഈ അവസരത്തിൽ ബലൂജിലെയും സിന്ധിലെയും അതുപോലെ തന്നെ ഖൈബർ പക്തൂൺഖ മേഖലയിലെയും മിലിറ്റന്റ് ഗ്രൂപ്പുകൾ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അവർക്ക് എല്ലാ പിന്തുണയും താലിബാനും അഫ്ഗാനിസ്ഥാനും കൊടുക്കും, ചിലപ്പോൾ ഇന്ത്യയും കൊടുത്തേക്കാം. ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ വന്നാൽ പാകിസ്ഥാൻ വിഘടിക്കാനുള്ള അല്ലെങ്കിൽ പിളരാനുള്ള സാധ്യത വീണ്ടും വർദ്ധിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.